നമ്മൾ ധാരാളം സീരിയൽ കില്ലേഴ്സിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നുമെല്ലാം അല്പം വ്യത്യസ്തനായ ഒരു സീരിയൽ കില്ലറിൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോ. ചാൾസ് ഫ്രെഡറിക് ആൽബ്രൈറ്റ് 1933 ഓഗസ്റ്റ് 10 ടെക്സാസിലാണ് അവൻ ജനിച്ചത്. അവൻ്റെ മാതാപിതാക്കൾ ആരാണെന്നറിയില്ല. ഒരു അനാഥാലയത്തിലാണ് ആ കുട്ടി ജീവിച്ചത്. ചാൾസ് ജനിച്ച് വെറും 3 ആഴ്ച കഴിഞ്ഞപ്പോൾ 2 ദമ്പതികൾ അവനെ ദത്തെടുത്തു. അവരുടെ പേരുകൾ ഇതാണ്: ഡെല്ലയും ഫ്രെഡ് ആൽബ്രൈറ്റും. ഡെല്ലയും ഫ്രെഡും മക്കളില്ലാത്ത ദമ്പതികളായിരുന്നു. ഡെല്ല ആകട്ടെ ഒരു സ്കൂൾ അധ്യാപികയാണ്. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് അവർ ചാൾസിനെ വളർത്തിയത്. ഒരു അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഡെല്ല വളരെ കർക്കശക്കാരിയായിരുന്നു. അതോടൊപ്പം ഈ ദമ്പതികൾ നല്ല വേട്ടക്കാരുമായിരുന്നു. വേട്ടയാടുവാനുള്ള തങ്ങളുടെ കഴിവുകളും അതുപോലെ ആ വിഷയത്തിലുള്ള അറിവുകളും വളരെ ചെറുപ്പത്തിലെ ചാൾസിന് ഈ ദമ്പതികൾ പകർന്നു നൽകി. വളരെ ചെറുപ്പത്തിലെ ചാൾസ് ഒരു ചെറിയ തോക്ക് ഉപയോഗിച്ച് മുയലുകളെയും അതുപോലെ പക്ഷികളെയും വേട്ടയാടുമായിരുന്നു. അങ്ങനെ വെടിവെച്ച് കിട്ടിയ ഇരകളെ അവൻ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരും. ചാൾസിൻ്റെ അമ്മയാകട്ടെ മകൻ വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങളെ പാകം ചെയ്ത് എല്ലാവരും ആഹരിക്കും, മകനെ അഭിനന്ദിക്കുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ ചാൾസിന് 11 വയസ്സാവുകയാണ്. അപ്പോഴാണ് അവൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായത്: ഒരു കല പഠിക്കണം. ആ കലയുടെ പേര് ടാക്സിഡെർമി എന്നാണ്. ടാക്സിഡെർമി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, മൃഗങ്ങളുടെ ഉള്ളിലെ ചീഞ്ഞു പോകുന്ന ആന്തരിക അവയവങ്ങളെല്ലാം നീക്കം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പഞ്ഞു നിറച്ച് അതിൻ്റെ രോമങ്ങളൊന്നും പൊഴിഞ്ഞു പോകാതെയും അതുപോലെ ചർമ്മം കേടുവരാതെയും സൂക്ഷിക്കുന്നൊരു രീതിയാണ്. വളരെ കൃത്യമായിട്ട് ടാക്സിഡെർമി ചെയ്യുവാനായിട്ട് എല്ലാവർക്കും ഒന്നും കഴിയില്ല. അതിന് ചില രീതികളുണ്ട്. അതുപോലെ വലിയ വൈദഗ്ധ്യവും വേണം. നമ്മൾ മ്യൂസിയങ്ങളിലൊക്കെ ഇതുപോലെ ടാക്സിഡെർമി ചെയ്ത രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് പലരുടെയും വീടുകളിലും ഇത്തരം രൂപങ്ങൾ ഉണ്ടായിരുന്നു. വന്യജീവി സംരക്ഷണ നിയമം വന്നതിൽ പിന്നെ അതെല്ലാം എടുത്തു മാറ്റപ്പെട്ടു. തൻ്റെ മനസ്സിലെ ആഗ്രഹം ചാൾസ് ഡെല്ലയോട് പറഞ്ഞു. പറ്റിയ ആളോട് തന്നെയാണ് പറഞ്ഞതും. കാരണം ചാൾസിൻ്റെ വളർത്തമ്മയായ ഡെല്ല ഈ കലയിൽ അഗ്രഗണ്യായിരുന്നു. മകനെ ടാക്സിഡെർമിയുടെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുവാനായിട്ട് അവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഡെല്ല ഒരു കാര്യം ചെയ്തു. ഇവരുടെ വീടിനടുത്തായിട്ട് ഒരാൾ താമസിക്കുന്നുണ്ട്. ആ മനുഷ്യൻ പക്ഷികളെയും മൃഗങ്ങളെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അയാളുടെ വീട്ടിലും വീടിന് ചുറ്റുമായിട്ടും നിരവധി കൂടുകളുണ്ട്. അതിൽ ധാരാളം പക്ഷികളുമുണ്ട്. ഡെല്ല ഈ അയൽവാസിയുമായിട്ട് സംസാരിച്ചു. അവർ തമ്മിൽ ഒരു ഡീൽ ഉറപ്പിച്ചു. ചാൾസ് ദിവസവും വന്ന് ആ കൂടുകളും മറ്റും വൃത്തിയാക്കി കൊടുക്കും. ആഴ്ചയുടെ അവസാനം അവനൊരു പക്ഷിയെ നൽകണം. അത് വലിയൊരു അധ്വാനമാണ്. കാരണം അത്രയധികം പക്ഷിക്കൂടുകൾ വൃത്തിയാക്കുവാനുണ്ട്. ഈ ഡീൽ വലിയ തരക്കേടില്ല എന്ന് ആ അയൽവാസിക്കും തോന്നി. അയാളും അതിന് സമ്മതം മൂളി. അങ്ങനെ ചാൾസ് അയാളുടെ കൂടുകളും മറ്റും വൃത്തിയാക്കുവാൻ തുടങ്ങി. ആഴ്ചയുടെ അവസാനമായപ്പോൾ ചാൾസിന് അയാളൊരു പ്രാവിനെ പ്രതിഫലമായിട്ട് നൽകുകയാണ്. ജീവനുള്ള ആ പ്രാവിനെ കയ്യിൽ കെട്ടിയതും ചാൾസ് ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. കാരണം ആ പ്രാവിനെ ഉപയോഗിച്ചാണ് തനിക്ക് ടാക്സിഡെർമി പഠിപ്പിച്ചു തരുവാനായിട്ട് പോകുന്നത് എന്ന് ഡെല്ല മുൻപേ അവനോട് പറഞ്ഞിരുന്നു. ജീവനുള്ള മനോഹരമായ ആ പക്ഷിയെ അവൻ തൻ്റെ അമ്മയുടെ അടുത്തെത്തിച്ചു. ഡെല്ല ആവട്ടെ ആ പ്രാവിൻ്റെ തലയിലേക്ക് അല്പം ക്ലോറോഫോം ഒഴിച്ചു. അതോടെ പ്രാവ് ഒരു മയക്ക നിലയിലായി. അതിനുശേഷം ഡെല്ല ചാൾസിൻ്റെ കയ്യിലേക്ക് ഒരു കത്തി നൽകി. എന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു. അമ്മയുടെ നിർദ്ദേശപ്രകാരം ജീവനുള്ള ആ പ്രാവിൽ അവൻ ടാക്സിഡെർമി പഠിക്കുകയാണ്. ആ പ്രാവ് അൺകോഷ്യസ് സ്റ്റേജിൽ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ അവൻ അതിൻ്റെ മേൽ കത്തിവെച്ചു. പിന്നെ മെല്ലെ ആ പക്ഷിയുടെ ഉള്ളിൽ നിന്നും ആന്തരിക അവയവങ്ങൾ നീക്കം ചെയ്യുവാൻ തുടങ്ങി. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ പഞ്ഞു നിറച്ചു. എന്നിട്ട് തുന്നി ചേർത്തു. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: കണ്ണുകൾ. ടാക്സിഡെർമി എന്ന കലയിൽ ഏറ്റവും സൂക്ഷിക്കേണ്ട ഭാഗവും അതാണ്. കാരണം കണ്ണുകളും മറ്റ് ആന്തരിക അവയവങ്ങളെ പോലെ വേഗം ചീഞ്ഞു പോകുന്ന ഒന്നാണ്. അതുകൊണ്ടത് നീക്കം ചെയ്യണം. മാത്രവുമല്ല വളരെ സൂക്ഷ്മമായിട്ട് വേണം അത് മാറ്റുവാനായിട്ട്. അവിടെ എന്തെങ്കിലും ഒരു പാകപ്പിഴ സംഭവിച്ചാൽ എല്ലാം പോയി. ആ ടാക്സിഡെർമി പൂർണ്ണതയുള്ള ഒന്നായിരിക്കില്ല. ഇതിന് പ്രതിവിധിയായിട്ട് ഈ ആർട്ട് കൈകാര്യം ചെയ്യുന്നവർ ഒരു കാര്യം ചെയ്യാറുണ്ട്. അവർ വളരെ പ്രിസൈസായിട്ട് മൃഗത്തിൻ്റെ കണ്ണുകൾ നീക്കം ചെയ്യും. എന്നിട്ട് അതിന് പകരം ജീവൻ തുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഐബോളുകൾ വയ്ക്കും. ഇത്തരം ഐബോളുകൾ സുലഭമായിട്ട് വാങ്ങുവാനായിട്ട് കിട്ടും. എന്നാൽ അവിടെ മറ്റൊരു കാര്യമുണ്ട്: ഇതിന് വലിയ വിലയാണ്. ചാൾസിൻ്റെ മാതാപിതാക്കളാകട്ടെ അത്ര വലിയ സമ്പന്നരുമല്ല. മാത്രവുമല്ല അവൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഡെല്ല അവനോടൊരു കാര്യം പറഞ്ഞു: ടാക്സിഡെർമിയിൽ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട മേഖല കണ്ണുകൾ നീക്കം ചെയ്യുന്നതാണ്. അത് വളരെ കൃത്യതയോടെ വേണം നീക്കം ചെയ്യുവാനായിട്ട്. നീ അത് പഠിച്ച് 100% പൂർണ്ണത എത്തി എന്ന് എനിക്ക് ബോധ്യം വരും വരെ നിനക്ക് ഞാൻ ഐബോളുകൾ വാങ്ങിത്തരില്ല. അതിന് പകരമായിട്ട് അവർ ഒരു കാര്യം ചെയ്തു. ആ പ്രാവിൻ്റെ കണ്ണുകളുടെ സ്ഥാനത്ത് 2 കറുത്ത ബട്ടണുകൾ തുന്നിച്ചേർത്തു. ചാൾസിനെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. ഒടുവിൽ ആ പഠനം അവസാനിച്ചു. ചാൾസ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. 11 വയസ്സുള്ള ആ ബാലന്റെ കയ്യിൽ അവൻ ആദ്യമായിട്ട് ടാക്സിഡെർമി ചെയ്ത ആ പ്രാവിൻ്റെ രൂപം ഇരിക്കുന്നു. തൻ്റെ മറ്റ് കളിപ്പാട്ടങ്ങളെല്ലാം അവൻ ദൂരെ എറിഞ്ഞു. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടമായിട്ട് ആ പ്രാവ് മാറുകയാണ്. ഇതിനെ തുടർന്ന് ആ ബാലൻ വീണ്ടും വീണ്ടും നിരവധി മൃഗങ്ങളെ പിടിച്ചു. അവയെല്ലാം ടാക്സിഡെർമി ചെയ്തു. അങ്ങനെ എത്ര മൃഗങ്ങളെ അവൻ പിടിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ചാൾസിൻ്റെ മനസ്സിൽ ഒരേ ഒരു വിചാരമായിരുന്നു ഉണ്ടായിരുന്നത്: താൻ പിടിച്ച മൃഗങ്ങളുടെ കണ്ണുകളെല്ലാം വളരെ കൃത്യതയോടെ വെട്ടി മാറ്റണം. താൻ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ചു എന്ന് തൻ്റെ അമ്മയ്ക്ക് ബോധ്യം വരണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് തനിക്ക് ഗ്ലാസ് ഐബോളുകൾ കിട്ടൂ. അതിനുവേണ്ടിയായി അവൻ്റെ മുഴുവൻ ചിന്തകളും പിന്നെ ശ്രമങ്ങളും.
പക്ഷേ ആ സമയത്ത് ആർക്കും ഒരു കാര്യം അറിയില്ലായിരുന്നു. വളർന്നു വരുമ്പോൾ ഭാവിയിൽ ചാൾസ് വീണ്ടും ടാക്സിഡെർമി ചെയ്യും. അവൻ തൻ്റെ ഇരകളുടെ കണ്ണ് വളരെ കൃത്യമായിട്ട് ചൂഴ്ന്നെടുക്കും. അതും ഒരു സർജന് പോലും സാധിക്കാത്ത വിധം വളരെ കൃത്യമായിട്ട്. എന്നാൽ ആ ഇരകൾ മൃഗങ്ങളായിരിക്കില്ല, മറിച്ച് മനുഷ്യരായിരിക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾ. ആ സംഭവ വികാസങ്ങളിലേക്ക് നമ്മൾ കടക്കും മുൻപ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുവാനായിട്ട് മറക്കരുത്. ലൈക്ക് മാത്രമല്ല, നിങ്ങളുടെ ഹൈപ്പും കമൻറ്റും വേണം. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുമൊന്ന് പരിഗണിക്കണം. ആയിരത്തി 1990 ഡിസംബർ 13 ടെക്സാസിലെ ഡാളസ് എന്ന സിറ്റി. സമയം അതിരാവിലെയാണ്. 2 ചെറുപ്പക്കാർ നടക്കുവാനായിട്ട് പോവുകയായിരുന്നു. ഇവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പേര് ഓക്ലിഫ് എന്നാണ്. ഓക്ലിഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഡാളസ് നഗരത്തിലെ ക്രിമിനലുകളെല്ലാം ജീവിക്കുന്ന ഒരു സ്ഥലമാണിത്. മാത്രവുമല്ല, പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു ഹബ്ബ് കൂടിയാണ് അവിടം. ഈ പ്രഭാത നടത്തത്തിനിടയിൽ ദൂരെയായിട്ട് അവർ ഒരു കാഴ്ച കണ്ടു. ഒരു സ്ത്രീ റോഡിന്റെ ഓരം ചേർന്ന് കിടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി ആ കിടപ്പത്ര പന്തിയല്ല. അടുത്തേക്ക് വരുംതോറും അവർക്ക് മനസ്സിലായി ആ സ്ത്രീ പരിപൂർണ നഗ്നയാണ്. അവളുടെ അരയ്ക്ക് താഴേക്ക് യാതൊരു വസ്ത്രവുമില്ല. ഒരു ജാക്കറ്റ് മാറിടങ്ങളെ മറയ്ക്കുവാൻ എന്ന വിധം അവളുടെ ദേഹത്തേക്ക് ആരോ ഇട്ടിട്ടുമുണ്ട്. കുറച്ചുകൂടി അവർ അടുത്തേക്ക് വന്നു. ഒടുവിൽ ആ ശരീരത്തെ സമീപിച്ചു. കൂടുതൽ അടുത്തേക്ക് വന്നപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവരെ ഞെട്ടിച്ചു കളഞ്ഞൊരു കാര്യം. റോഡരികിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ കണ്ണുകളുടെ സ്ഥാനത്ത് ശൂന്യതയായിരുന്നു. ആരോ ഒരാൾ അവളുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തുകൊണ്ട് പോയിരിക്കുന്നു. ഈ 2 ചെറുപ്പക്കാരും തങ്ങൾ കണ്ട കാഴ്ച വേഗം പോലീസിനെ അറിയിച്ചു. താമസിയാതെ പോലീസ് സംഭവസ്ഥലത്തേക്ക് വരികയാണ്. അവർ ജഡം കൈപ്പറ്റി. എന്നിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. തൊട്ടു പിന്നാലെ അവർക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. കൊല്ലപ്പെടും മുൻപ് ഈ സ്ത്രീയെ ആരോ ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അവളുടെ തലയിൽ നിറയൊഴിച്ചാണ് കൊലപ്പെടുത്തിയത്. ഒരു മാഗ്നം 44 റിവോൾവർ ഉപയോഗിച്ചാണ് കൊലയാളി കൃത്യം നടത്തിയിട്ടുള്ളത്. അതിനുശേഷമാണ് കൊലയാളി ഇരയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തത്. ആ ഭാഗം വന്നപ്പോൾ ഡോക്ടർമാർ പ്രത്യേകമായിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇത്ര കൃത്യമായിട്ട് കണ്ണുകൾ റിമൂവ് ചെയ്യുവാനായിട്ട് കഴിയില്ല. പ്രതിഭാശാലിയായിട്ടുള്ള ഒരു സർജൻ ചെയ്യും പോലെയാണ് കൊലയാളി ഈ കൃത്യം നടത്തിയിട്ടുള്ളത്. ഒരു സർജൻ ഇത് ചെയ്യണമെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും സമയം വേണ്ടിവരും. തലേ ദിവസം രാത്രിയാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടത്. അതിനുശേഷം കൊലയാളി വളരെ സാവധാനത്തിൽ അവരുടെ സമീപത്തിരുന്ന് മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് വളരെ കൃത്യതയോടെ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നു മാറ്റി. ഇത്രയുമാണ് പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. എന്നാൽ പോലീസിന് ഈ കേസ് അധികം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിച്ചില്ല. അതിന് കാരണം ആ പ്രദേശത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഡാളസിലെ ഓക്ലിഫ് എന്ന് വിളിക്കപ്പെടുന്ന ആ സ്ഥലം നമ്മൾ മുൻപ് കണ്ടതുപോലെ ഗാങ്സ്റ്റേഴ്സും അതുപോലെ സെക്സ് വർക്കേഴ്സും തിങ്ങി നിറഞ്ഞ ഒരിടമാണ്. ചുരുക്കി പറഞ്ഞാൽ അവിടെ കാണപ്പെടുന്ന 10 പേരിൽ ഒരു 7 പേർ കുറ്റവാളികളായിരിക്കും. ആരെ ചോദ്യം ചെയ്യണം, എവിടെ നിന്നും തുടങ്ങണമെന്നറിയാത്ത അവസ്ഥ. പോലീസിന് ആകെപ്പാടെ കണ്ടെത്തുവാനായ ഒരു കാര്യം ഇതാണ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് മേരി ലൂ പ്രാറ്റ എന്നാണ്. മരിക്കുമ്പോൾ അവർക്ക് 33 വയസ്സായിരുന്നു പ്രായം. മേരി ലൂ പ്രാറ്റും ഒരു സെക്സ് വർക്കറാണ്. സെക്സ് വർക്കേഴ്സും ഗാങ്സ്റ്റേഴ്സും തമ്മിൽ പതിവായിട്ട് ഇവിടെ കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ ആളുകൾ കൊല്ലപ്പെടാറുമുണ്ട്. ഡിസംബർ 13 അന്ന് മറ്റൊരു സംഭവമുണ്ടായി. അതായത് മേരി ലൂ പ്രാറ്റിന്റെ ജഡം കണ്ടെത്തിയ അതേ ദിവസം വൈകുന്നേരം വെറോണിക്ക എന്നു പേരുള്ള മറ്റൊരു സെക്സ് വർക്കർ തന്റെ കസ്റ്റമറെ തെരഞ്ഞുകൊണ്ട് റോഡിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. അവൾക്ക് വലിയ പ്രായമൊന്നുമില്ല, വെറും 26 വയസ്സ് മാത്രമാണുള്ളത്. എന്നാൽ ഈ തൊഴിലിൽ ഏർപ്പെട്ടതുകൊണ്ട് അതിന്റെ ഭാഗം എന്നോണം അവൾ മയക്കുമരുന്നിന് അടിമയായിരുന്നു. മയക്കുമരുന്നിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അവളുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് നാശം സംഭവിച്ചിരുന്നു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ വെറോണിക്ക സംസാരിക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ടായിരിക്കും. കേൾക്കുന്നവർക്കാവട്ടെ അവൾ പറയുന്നതെല്ലാം ഒരു കെട്ടുകഥയായിട്ട് തോന്നും. വെറോണിക്ക നിരവധി തവണ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അപ്പോഴൊക്കെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ഇത്തരം കഥകൾ അവരോട് അവൾ പറഞ്ഞിട്ടുമുണ്ട്. അവിടെയുള്ള പോലീസുകാർക്ക് ഇവളെ നന്നായിട്ടറിയാം. അന്ന്, അതായത് ഡിസംബർ 13 തീയതി തന്റെ കസ്റ്റമറെയും അന്വേഷിച്ച് റോഡരികിൽ നിൽക്കുന്ന വെറോണിക്കയെ ഏതാനും പോലീസുകാർ കണ്ടു. അവർ ഇതിനോടകം തന്നെ നിരവധി തവണ അവളെ പിടികൂടുകയും ഈ തൊഴിലിൽ മേലിൽ ഏർപ്പെടരുത് എന്ന് അവളെ വാൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെയാണ് അവൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ അവളെ വിടുവാനായിട്ട് പാടില്ല, അറസ്റ്റ് ചെയ്തേക്കാമെന്ന് അവരും വിചാരിച്ചു. അതിനായിട്ട് ആ പോലീസുകാർ വെറോണിക്കയെ സമീപിച്ചു. അപ്പോൾ വെറോണിക്ക വളരെ ഭയത്തോടെ അവരോടൊരു കഥ പറഞ്ഞു. സാർ, എന്നെ അറസ്റ്റ് ചെയ്യരുത്. ഞാനിപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. കഴിഞ്ഞ രാത്രി മുതൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ താളങ്ങളും തെറ്റിയിരിക്കുവാണ്. ഇന്നലെ ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം വെറോണിക്ക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പോലീസുകാരോട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ, അതായത് ഡിസംബർ 12 തീയതി തനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവരോട് പറഞ്ഞു. ആ കഥ ഇങ്ങനെയായിരുന്നു. 1990 ഡിസംബർ 12 രാത്രി സമയമാണ്. വെറോണിക്കയും കൊല്ലപ്പെട്ട മേരി ലൂ പ്രാറ്റും തങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും കസ്റ്റമർ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഹൈവേയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു കാർ അവരുടെ അരികിൽ വന്നു നിന്നു.
വാഹനത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ മേരിയോടും വെറോണിക്കയോടും ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ വരണം. പിന്നെ അവർ തമ്മിൽ വിലപേശി. ഒടുവിൽ എല്ലാം ഒരു ധാരണയിലെത്തി. അയാളുടെ കൂടെ പോകുവാനായിട്ട് മേരിയും വെറോണിക്കയും കാറിൽ കയറി. ആ കാർ നേരെ പോയത് ഡാളസിന് പുറത്തുള്ളൊരു വയൽ പ്രദേശത്തേക്കാണ്. ആ വയൽ പ്രദേശത്തിൻ്റെ അരികിലായിട്ട് അയാൾ കാർ നിർത്തി. അതിനുശേഷം മൂവരും പുറത്തേക്കിറങ്ങി. റോഡിൽ നിന്നും കുറച്ച് ദൂരം മാറി വയലിൻ്റെ മധ്യത്തിലായിട്ട് കിടക്ക വിരിച്ചു. പിന്നെ മൂവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ തുടങ്ങി. ഇതിനിടയിലാണ് മറ്റൊരു കാര്യം സംഭവിച്ചത്. വളരെ അപ്രതീക്ഷിതമായിട്ട് ആ മനുഷ്യൻ, അതായത് അവരുടെ കസ്റ്റമർ, അവരോട് വളരെ വയലൻ്റ് ആയിട്ട് പെരുമാറുവാൻ തുടങ്ങി. അയാൾ ഈ രണ്ട് സ്ത്രീകളെയും മർദ്ദിക്കുവാൻ തുടങ്ങി. എന്നാൽ വെറോണിക്കയ്ക്ക് എങ്ങനെയോ രക്ഷപ്പെടുവാനായിട്ട് കഴിഞ്ഞു. അവൾ കുതറി മാറി ചാടി എഴുന്നേറ്റ് ആ വയലിലൂടെ ഓടുവാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ ആ മനുഷ്യനും കുറച്ചു ദൂരം പിന്തുടർന്നു. എന്നാൽ ഇതിനിടയിൽ അവളെ മറ്റൊരു ഭാഗ്യം തുണച്ചു. ആ സ്ഥലത്ത് ഒരു കുഴി ഉണ്ടായിരുന്നു. തക്ക സമയത്ത് വെറോണിക്ക ആ കുഴി കാണുകയും അതിൻ്റെ ഉള്ളിലേക്ക് കയറി മറഞ്ഞിരിക്കുകയും ചെയ്തു. രാത്രി സമയമായതുകൊണ്ട് വെറോണിക്ക ആ കുഴിയുടെ ഉള്ളിൽ മറഞ്ഞിരിപ്പുണ്ട് എന്ന് അയാൾക്ക് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ആ മനുഷ്യൻ ചുറ്റുപാടും അല്പസമയമൊന്നും നോക്കിയ ശേഷം മർദ്ദനമേറ്റ അവശയായി കിടക്കുന്ന മേരി ലൂപ്രാറ്റിൻ്റെ അരികിലേക്ക് നടന്നു. ഇനി എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് വെറോണിക്ക ആ കുഴിയിൽ തന്നെ ഇരിപ്പുണ്ട്. അടുത്ത നിമിഷം അയാൾ ഒരു കൈത്തോക്ക് വലിച്ചെടുത്തു. പിന്നെ അത് മേരിയുടെ തലയ്ക്ക് നേരെ ചൂണ്ടി. രാത്രിയുടെ നിശബ്ദതയെ ഭഞ്ചിച്ചുകൊണ്ടൊരു വെടിവെച്ച് അവിടെ മുഴങ്ങി. വെറോണിക്ക ഈ കാഴ്ചയെല്ലാം കണ്ടുകൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവൾ വളരെ നിശബ്ദമായിട്ട് ആ കുഴിയിൽ നിന്നും പുറത്തു കടന്നു. പിന്നെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം അവിടെ എന്താണ് നടന്നത് എന്ന് വെറോണിക്ക കണ്ടില്ല. അവൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് ദൂരെയായിട്ട് ഒരു വെട്ടം കണ്ടത്. അതൊരു വീട്ടിൽ നിന്നും വരുന്ന വെളിച്ചമായിരുന്നു. വെറോണിക്ക വേഗം ആ വീട്ടിലേക്ക് ഓടിക്കയറി. എന്നിട്ട് വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു. അയാളോട് വെറോണിക്ക താൻ കണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. അയാൾ വെറോണിക്കയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ എത്രയും വേഗം പോലീസുമായിട്ട് ബന്ധപ്പെട്, എന്നിട്ട് ഈ കാര്യങ്ങൾ പറ. എന്നാൽ പോലീസിൽ പോകുവാനായിട്ട് വെറോണിക്കയ്ക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു. കാരണം ഇതിനു മുൻപ് നിരവധി തവണ അവളെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ നടന്നത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. മയക്കുമരുന്നിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം അവളുടെ തലച്ചോറിനെ തകർത്തതുകൊണ്ടാവാം. വെറോണിക്ക ഇതിനെ അത്ര ഗൗരവമായിട്ട് പരിഗണിച്ചില്ല. മറിച്ച് അന്ന് രാത്രി ആ ട്രക്ക് ഡ്രൈവറുടെ വീട്ടിൽ അയാളുടെ കൂടെ ഉറങ്ങുവാനാണ് അവൾ തീരുമാനിച്ചത്. അയാളും ഇതത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം വെറോണിക്ക അയാൾ മുൻപ് കണ്ടിട്ടുണ്ട്. അവളുടെ സ്വഭാവം എന്താണെന്നും അറിയാം. അതിൻ്റെ അടുത്ത ദിവസം, അതായത് ഡിസംബർ 13-ാം തീയതി അതിരാവിലെ ആ ട്രക്ക് ഡ്രൈവറുടെ വീട്ടിൽ നിന്നും വെറോണിക്ക ഡാളസിലേക്ക് വന്നു. ഇത്രയുമാണ് അവൾ പോലീസിനോട് പറഞ്ഞ കഥ. എന്നാൽ ഈ കഥ കേട്ട പോലീസുകാരുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. അവരവളെ വിശ്വസിക്കുവാനായിട്ട് തയ്യാറായില്ല. കാരണം മുൻപും പോലീസ് പിടിച്ചപ്പോഴെല്ലാം വളരെ വിചിത്രമായിട്ടുള്ള ഇത്തരം കഥകൾ അവൾ പറഞ്ഞിട്ടുണ്ട്. മയക്കുമരുന്നടിച്ച് കിളി പോയ ഒരു പെണ്ണിന്റെ പിച്ചും പേയും, അത്രയുമാണ് അവർ വിചാരിച്ചത്. എന്തായാലും വെറോണിക്കയെ അറസ്റ്റ് ചെയ്യാതെ ഒരിക്കൽ കൂടി വാണിംഗ് കൊടുത്തവർ പറഞ്ഞയച്ചു. അതിൻ്റെ അടുത്ത ദിവസം ഡിസംബർ 14-ാം തീയതി വെറോണിക്കയെ വീണ്ടും പോലീസ് കണ്ടുമുട്ടുകയാണ്. ഒരു ട്രക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് പോലീസ് അവളെ പിടികൂടിയത്. ഇന്നലെ നിനക്ക് വാണിംഗ് തന്ന് വിട്ടതല്ലേ ഉള്ളൂ, നീ വീണ്ടും പഴയ പണി തുടങ്ങിയോ എന്ന് പോലീസ് അവളോട് ചോദിച്ചു. വെറോണിക്ക അവരോട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞല്ലോ. അന്ന് രാത്രി എന്നെ രക്ഷിച്ചത് ഈ ട്രക്ക് ഡ്രൈവറാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. തലേന്ന് അവൾ പറഞ്ഞ കഥയുടെ ആവർത്തനം. അങ്ങനെയാണ് പോലീസ് ഇക്കുറിയും വിചാരിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ന്യായമായിട്ടും ഒരു സംശയം തോന്നിയേക്കാം. കഴിഞ്ഞ ദിവസം അതിരാവിലെ 2 യുവാക്കൾ നടക്കുവാനായിട്ട് ഇറങ്ങിയപ്പോൾ മേരി ലൂപ്രാറ്റിൻ്റെ ശരീരം കണ്ടിരുന്നു. അവരിത് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. വൈകാതെ അവരുടെ പോസ്റ്റ്മോർട്ടം നടന്നു. അതിൻ്റെ റിപ്പോർട്ടും പോലീസിന് കിട്ടി. ആ കേസ് അന്വേഷിക്കുന്ന പോലീസ് ആകട്ടെ അന്വേഷണം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ ഇരുട്ടിൽ തപ്പുകയാണ്. അതേ സമയത്താണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വെറോണിക്ക പോലീസിനോട് പറയുന്നത്. എന്നിട്ടും പോലീസ് അവളെ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? അതിന് ഒരു കാരണമേ ഉള്ളൂ. വെറോണിക്കയെ പിടികൂടുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത പോലീസ് വേറൊരു ഏരിയയിലുള്ളവരാണ്. മേരി ലൂപ്രാറ്റിൻ്റെ ശരീരം കണ്ടെത്തിയത് വേറൊരു സ്ഥലത്താണ്. അവിടെയുള്ള പോലീസാണ് ആ കേസ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെറോണിക്കയെ പിടികൂടിയ പോലീസിന് ഇവൾ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പോയത്. അങ്ങനെ ഏതാനും മാസങ്ങൾ മുൻപോട്ട് പോവുകയാണ്. കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ മേരി ലൂപ്രാറ്റ് കൊല്ലപ്പെട്ട് 2 മാസമായിരിക്കുന്നു. അപ്പോഴാണ് കൊലയാളി വീണ്ടും ആഞ്ഞടിച്ചത്. 1991 ഫെബ്രുവരി ഡാളസ് നഗരത്തിന് പുറത്ത് ഡിസോട്ടോ എന്നു പേരുള്ള മറ്റൊരു നഗരമുണ്ട്. അതിൻ്റെ പ്രാന്തപ്രദേശത്തു നിന്നും പോലീസിന് മറ്റൊരു സ്ത്രീയുടെ ജഡം കൂടി കിട്ടുകയാണ്. മുൻപ് മേരി ലൂപ്രാറ്റിൻ്റെ ജഡവും ഇപ്പോൾ കണ്ടെത്തിയ ജഡവും തമ്മിൽ വെറും 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഈ 2 കൊലപാതകവും തമ്മിൽ വലിയ സാമ്യമുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടത് 27 വയസ്സുള്ള സൂസൻ ബെത്ത് പീറ്റേഴ്സൺ ആണ്. സൂസനും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. ഫെബ്രുവരി 9-ാം തീയതി സൂസനും അവളുടെ പിമ്പും ഒരു ബാറിൽ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് കാറിൽ വന്നിറങ്ങിയ ഒരു മനുഷ്യൻ അവരുമായിട്ട് സംസാരിച്ചു. സൂസനുമായിട്ട് അയാൾ മാംസ കച്ചവടം ഉറപ്പിച്ചു. അതിനുശേഷം അവളെ വിളിച്ചുകൊണ്ട് കാറിൽ കയറ്റി പുറപ്പെട്ടു. അതിനുശേഷം അവളെ ജീവനോടെ ആരും കണ്ടിട്ടില്ല. അടുത്ത ദിവസം ജഡമായിട്ടാണ് കണ്ടുകിട്ടിയത്. മേരി ലൂപ്രാറ്റ് എങ്ങനെയാണോ കൊല്ലപ്പെട്ട് കിടന്നത് അതുപോലെ തന്നെയായിരുന്നു സൂസന്റെയും അവസ്ഥ. അവൾക്ക് 3 തവണ വെടിയേറ്റിരുന്നു.
ഒന്ന് തലയുടെ മുൻഭാഗത്തും 2 തലയുടെ പിൻഭാഗത്തും. മൂന്നാമത്തെ വെടിയുണ്ട ഇടതു മാറിടത്തിലുമാണ് കൊലയാളി നിക്ഷേപിച്ചത്. ജഡം പരിപൂർണമായിട്ടും നഗ്നമായിരുന്നു. അരയ്ക്ക് താഴേക്ക് ഒന്നുമില്ല. സൂസൻ ധരിച്ചിരുന്ന ഷർട്ട് അവളുടെ നെഞ്ചിന് കുറുകെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കൂടാതെ അവളുടെ 2 കണ്ണുകളും കൊലയാളി കൊണ്ടുപോയിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർക്ക് ഇത്തവണയും മറിച്ചൊന്നും പറയുവാനില്ലായിരുന്നു. മേരി ലൂ പ്രാറ്റിന്റെയും സൂസന്റെയും കൊലയാളി ഒരാൾ തന്നെയാണ്. ഇത്തവണയും വളരെ കൃത്യതയോടെ, ഒരു സർജൻ ചെയ്യുന്ന സൂക്ഷ്മതയോടെയാണ് കണ്ണുകൾ നീക്കം ചെയ്തിട്ടുള്ളത്. സമാനമായിട്ടുള്ള രീതിയിൽ 2 കൊലകൾ നടന്നിരിക്കുന്നു. അതോടെ പോലീസ് അന്വേഷണം വീണ്ടും ഊർജിതമാക്കി. ആ അന്വേഷണത്തിലാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ഇപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നതിനും 2 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1988-ൽ സമാനമായിട്ടുള്ള രീതിയിൽ മറ്റൊരു സ്ത്രീ കൂടി കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ പേര് റോണ്ട ബോവി എന്നാണ്. റോണ്ടയും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. റോണ്ടയുടെ തലയിലും വെടിയേറ്റിരുന്നു. മാത്രവുമല്ല, ശരീരത്തിൽ 20-ലേറെ തവണ കത്തിക്കുത്തും ഏറ്റിരുന്നു. അവളുടെ കണ്ണുകളും അന്ന് ആരോ പ്രിസൈസായിട്ട് ചൂഴ്ന്നെടുത്തിരുന്നു. ആ കേസും അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഫ്രീസായി പോവുകയാണ് ചെയ്തത്. ഇതെല്ലാം ഒരുമിച്ച് വെച്ച് അവർ പരിശോധിച്ചു. അപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി. തങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ഒരു സീരിയൽ കില്ലറെയാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് അവനൊരു കൊല ചെയ്തു, പിന്നെ സൈലന്റായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇനിയും വരും ദിവസങ്ങളിൽ പലരും കൊല്ലപ്പെടാം. ഈ കേസ് എത്രയും വേഗം പരിഹരിച്ചില്ലെങ്കിൽ, കൊലയാളി അവർ കണ്ടുപിടിച്ചില്ലെങ്കിൽ, ഡാളസിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഇനിയും പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ ജഡങ്ങൾ വീഴും. വെടിയുണ്ടകളേറ്റ കണ്ണുകളില്ലാത്ത ജഡങ്ങൾ. ആ സമയത്താണ് കൊലയാളിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട വെറോണിക്കയെക്കുറിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് അറിഞ്ഞത്. അവർ വേഗം അവളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. എന്നാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലം അവളുടെ തലച്ചോറ് ഇതിനോടകം ഡാമേജ് ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കഥകൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഒന്നിലും ഉറച്ചു നിൽക്കുവാനായിട്ട് വെറോണിക്കയ്ക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കുവാനായിട്ട് കഴിയാത്തൊരവസ്ഥ. വെറോണിക്കയുടെ മൊഴികളിൽ നിന്നും പോലീസിനെ ഒന്നും തന്നെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അവൾ പറയുന്നതിൽ ഏതാണ് സത്യം, ഏതാണ് നുണ, ഒന്നും ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥ. കാര്യങ്ങൾ അങ്ങനെ മുൻപോട്ട് പോകുമ്പോഴാണ് അടുത്ത കൊലപാതകം ഉണ്ടായത്. സൂസൻ പീറ്റേഴ്സൺ കൊല്ലപ്പെട്ട 1 മാസം കഴിഞ്ഞപ്പോൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ മാർച്ച് 10-ാം തീയതി, ഷേർലി വില്യംസ് എന്ന വെയിട്രസിനെയും കൊല്ലപ്പെട്ട നിലയെ കണ്ടെത്തി. ഒരു അമേരിക്കൻ ആഫ്രിക്കൻ വംശജയായിരുന്നു ഷേർലി വില്യംസ്. ഒരു ബാറിലെ വെയിട്രസും അതുപോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടുമായിരുന്നു ഷേർലി. ജോലിയില്ലാത്ത സമയത്ത് അവൾ തെരുവിലേക്ക് ഇറങ്ങും, പിന്നെ കസ്റ്റമറെ അന്വേഷിക്കും. എന്നാൽ മുൻപ് കാണപ്പെട്ട ക്രൈം സീനിൽ നിന്നും അല്പം വ്യത്യാസമുണ്ടായിരുന്നു ഇത്തവണ. സൂസന്റെയും മേരിയുടെ ജഡങ്ങൾ കിട്ടിയത് ഒരേ സ്ഥലത്തു നിന്നുമാണ്. എന്നാൽ ഷേർലിയുടെ ജഡമാവട്ടെ ഇവിടെ നിന്നും കുറേയേറെ ദൂരം മാറി ഒരു എലമെന്ററി സ്കൂളിന്റെ മതിലിൽ ചാരി വെച്ച നിലയിലാണ് കാണപ്പെട്ടത്. കഴിഞ്ഞ 2 ക്രൈമിലും കൊലയാളി ഇരകളുടെ മുകൾ ഭാഗം അവരുടെ തന്നെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മറച്ചിരുന്നു. എന്നാൽ ഷേർലിയുടെ ജഡമാവട്ടെ പൂർണ്ണ നഗ്നമായിട്ടാണ് കാണപ്പെട്ടത്. മാത്രവുമല്ല, ജഡം പരിശോധിച്ച പോലീസ് ഒരു കാര്യം കൂടി കണ്ടെത്തി. ഇത്തവണ വളരെ പ്രിസൈസ് ആയിട്ടല്ല കണ്ണുകൾ നീക്കം ചെയ്തിട്ടുള്ളത്. കണ്ണുകൾ മാത്രമല്ല, ഷേർലിയുടെ കൺപോളകൾ കൂടി അവൻ അറുത്തു മാറ്റിയിരിക്കുന്നു. മുൻപ് നടന്ന 2 ക്രൈമിലും കൺപോളകൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അത്ര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു അവൻ കണ്ണുകൾ നീക്കം ചെയ്തത്. ഷേർലിയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ നിഗമനം ഇതായിരുന്നു: കൊലയാളി മറ്റാരുമല്ല, ഒരാൾ തന്നെയാണ്. മുൻപ് നടന്ന 2 സംഭവങ്ങളിലും അവന് മതിയായ സമയം കിട്ടിയിരുന്നു. അതുകൊണ്ട് ശാന്തമായിട്ടിരുന്ന് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ ഇത്തവണ അതിലെന്തോ മാറ്റം വന്നിട്ടുണ്ട്. കൊലയാളിക്ക് മതിയായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല. വളരെ തിടുക്കപ്പെട്ട് കണ്ണുകൾ നീക്കം ചെയ്തുകൊണ്ടാണ് അവൻ പോയത്. അതുകൊണ്ടാണ് അവന് കൺപോളകളടക്കം നീക്കം ചെയ്യേണ്ടി വന്നത്. പോലീസിന് ഇതുവരെയും സീരിയൽ കില്ലറെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ നമുക്കറിയാം കൊലയാളി ആരാണെന്ന്. അനാഥനായിട്ട് ജനിച്ച, ദത്തെടുക്കപ്പെട്ട, വളരെ ചെറുപ്പം മുതലേ വേട്ടയാടുവാനായിട്ട് പരിശീലനം കിട്ടിയ, ടാക്സി ഡെർമിയിൽ വിദഗ്ധനാകണമെന്ന് ആഗ്രഹിച്ച, അതിനു വേണ്ടിയിട്ട് അനേകം മൃഗങ്ങളെ കൊന്നൊടുക്കിയ, വിലക്കുറഞ്ഞ ബട്ടൺസുകൾക്ക് പകരം ഒരു ഗ്ലാസ് ഐബോൾ വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അതേ ബാലൻ. കണ്ണുകളോടുള്ള അവന്റെ അഭിനിവേശം മനസ്സിലാക്കുവാനായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിറവും മണവുമുള്ള പലഹാരങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ, അതുപോലെ ചിത്രകഥകൾ, അങ്ങനെ തുടങ്ങി പലതുമായിരിക്കും. എന്നാൽ ചാൾസിന്റെ ആഗ്രഹം ഇതൊന്നുമല്ലായിരുന്നു. ബാല്യത്തിൽ തന്നെ അവൻ കണ്ണുകളെ പ്രണയിച്ചു. അവന്റെ വീടിന്റെ അടുത്തായിട്ട് ടാക്സി ഡെർമിക്ക് വേണ്ട വസ്തുക്കൾ വിൽക്കുന്നൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. ആ ഷോപ്പിന്റെ മുൻപിലായിട്ട് എല്ലാവർക്കും കാണുന്ന വിധം നിരവധി കണ്ണുകൾ അടുക്കി വെച്ചിരുന്നു. വിവിധ മൃഗങ്ങളുടെ, പലതരത്തിലും പല നിറത്തിലുമുള്ള കണ്ണുകൾ, എല്ലാം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചവ. എല്ലാ ദിവസവും ചാൾസ് ആ കടയുടെ മുൻപിൽ നിന്നുകൊണ്ട് കൊതിയോടെ ആ കണ്ണുകളെ നോക്കും. അതുപോലെ ഒരു കണ്ണ് സ്വന്തമാക്കുക എന്നതായിരുന്നു അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതേ ചാൾസ് തന്നെയാണ് 45 വർഷങ്ങൾക്ക് ശേഷം കണ്ണുകളെ സ്വന്തമാക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചത്. പക്ഷേ ഇത്തവണ അവന്റെ ലക്ഷ്യം ജീവനില്ലാത്ത, എന്നാൽ ജീവൻ തുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഐബോളുകളായിരുന്നില്ല. പകരം തന്റെ സഹജീവികളുടെ ജീവസുറ്റ കണ്ണുകളായിരുന്നു യഥാർത്ഥ കണ്ണുകൾ. ഇനി നമുക്ക് ചാൾസ് ആൽബ്രൈറ്റിന്റെ ജീവിതത്തിലേക്കൊന്ന് പോകാം. ഈ കേസ് പോലീസ് എങ്ങനെയാണ് തെളിയിച്ചത് എന്ന രീതിയും മനസ്സിലാക്കാം. പളുങ്ക് കണ്ണുകളെ പ്രണയിച്ചവൻ പാപബോധമില്ലാത്ത കൊലയാളിയായി മാറിയ കഥ. ടാക്സി ഡെർമി ഒരു കലയാണ്. ഈ കല പഠിച്ച എല്ലാവരും കൊലയാളികളായിട്ട് മാറിയ ചരിത്രവുമില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ചാൾസ് മാത്രം വ്യത്യസ്തനായത്?
അതിന് കാരണം അവൻ്റെ അമ്മ കൊടുത്ത വാഗ്ദാനമാണ്. നീ എന്നും മൃഗങ്ങളുടെ കണ്ണുകൾ വളരെ കൃത്യതയോടെ മുറിച്ചെടുക്കുന്നുവോ അന്നാണ് നിനക്ക് ഗ്ലാസ് ബോളുകൾ വാങ്ങിച്ചു തരൂ. ആ വാഗ്ദാനമാണ് എല്ലാത്തിനും വിത്ത് പാകിയത്. പിന്നീട് വളരും തോറും പളുങ്ക് കണ്ണുകളോടുള്ള അവൻ്റെ താല്പര്യം യഥാർത്ഥ കണ്ണുകളോടായി മാറി. പ്രത്യേകിച്ചും സ്ത്രീകളുടെ മനോഹരമായ കണ്ണുകളുള്ള സ്ത്രീകളെ അവൻ പ്രത്യേകമായിട്ട് നിരീക്ഷിച്ചിരുന്നു. ആ കണ്ണുകൾ തനിക്ക് സ്വന്തമാക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. കണ്ണുകളുടെ ലോകത്തേക്കുള്ള അവൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് 11ാമത്തെ വയസ്സിലാണ്. എന്നാൽ അവനൊരു സീരിയൽ കില്ലറായി മാറി സ്ത്രീകളെ കൊലപ്പെടുത്തി അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുവാനായിട്ട് ആരംഭിച്ചത് 57ാമത്തെ വയസ്സിലാണ്. ഈ 2 കാലഘട്ടത്തിനുമിടയിൽ അനേകം വർഷങ്ങൾ കിടപ്പുണ്ട്. ആ വർഷങ്ങളാണ് അവൻ്റെ ജീവിതം. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായാൽ മാത്രമാണ് ഈ കഥയ്ക്കൊരു വ്യക്തത വരൂ. അവനൊരു സീരിയൽ കില്ലറായി മാറിയത് എന്തുകൊണ്ടാണെന്നും ഇതിനിടയിൽ നമുക്ക് മനസ്സിലാക്കാം. ചെറുപ്പം മുതലേ ഒരു താന്തോന്നിയായിരുന്നു ചാൾസ്. ചെറിയ ചെറിയ മോഷണങ്ങൾ ഈ പ്രായത്തിൽ അവൻ ചെയ്തു. അടിപിടി കേസുകളിൽ അറസ്റ്റിലായി. അത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊന്നും ആയിരുന്നില്ല ചാൾസ്. ആവറേജിലും താഴെയുള്ളൊരു സ്റ്റുഡൻറ്റ്. മാത്രവുമല്ല ടീച്ചേഴ്സിന് അവനൊരു തലവേദനയായിരുന്നു. ഒരിക്കലൊരു ടീച്ചറിൻ്റെ വസ്ത്രത്തിന് അവൻ തീയിട്ടു. ഈ കാരണം കൊണ്ട് സ്കൂളിൽ നിന്നും ചാൾസിനെ പുറത്താക്കി. അങ്ങനെ സ്കൂളിൽ നിന്നും പുറത്തായ ചാൾസിന് സമാന മനസ്കരായ ഏതാനും കൂട്ടുകാരെയും കിട്ടുകയാണ്. ഇവർ എല്ലാവരും ഒന്നു ചേർന്ന് ചെറിയ ചെറിയ മോഷണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ മോഷ്ടിച്ച പണം കൊണ്ട് ചാൾസ് ഒരു റൈഫിൾ വരെ വാങ്ങിവെച്ചു. അവൻ്റെ ജീവിതത്തിലെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് 16ാമത്തെ വയസ്സിലാണ്. ആ വർഷം മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. 2 തോക്കുകളും 1 റൈഫിളും മോഷ്ടിച്ച കുറച്ച് പണവും കൈവശം വെച്ചതിന് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. മൈനർ ആയതുകൊണ്ട് ഏകദേശം 1 വർഷത്തോളം കുട്ടികൾക്കുള്ള ജയിലിൽ കഴിയേണ്ടി വന്നു. എന്നാൽ ജയിലിൽ നിന്നും പുറത്തു വന്ന ചാൾസ് ആരും വിചാരിക്കാത്ത മറ്റൊരു കാര്യം ചെയ്തു. അവൻ കോളേജിൽ ഉപരിപഠനത്തിന് ചേർന്നു. അർക്കൻസാസ് സ്റ്റേറ്റ് ടീച്ചേഴ്സ് എന്നാണ് ആ കോളേജിന്റെ പേര്. ചാൾസിന് മറ്റൊരു ഗുണം കൂടി ഉണ്ടായിരുന്നു. ആള് വലിയൊരു രസികനാണ്. എല്ലാവരോടും തമാശ പറയും. മറ്റുള്ള കുട്ടികളെ കളിയാക്കും. അതും വളരെ രസകരമായിട്ട്. ഇങ്ങനെയുള്ള ധാരാളം പേരെ നമ്മളും കണ്ടിട്ടുണ്ട്. വളരെ രസികന്മാരായിട്ടുള്ള ആളുകൾ. അത്തരം ആളുകളെ ചുറ്റിപ്പറ്റിയായിരിക്കും മറ്റുള്ളവർ കൂടുതലായിട്ടും ഉണ്ടാവുക. ചാൾസ് ആൽബ്രൈറ്റും അതുപോലെ ഒരു വ്യക്തിയായിരുന്നു. എപ്പോഴും തമാശ പറയുന്ന ഒരുവൻ, തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരാൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. ഈ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ചാൾസിനൊരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് ജെയിംസ് എന്നാണ്. ഈ ജെയിംസിനൊരു കാമുകിയുണ്ട്. ചാൾസിന് ജെയിംസിന്റെ കാമുകിയുടെ കണ്ണുകൾ വളരെ ഇഷ്ടമായിരുന്നു. അതേക്കുറിച്ച് പലപ്പോഴും ജെയിംസിനോട് അവൻ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജെയിംസും കാമുകിയും തമ്മിൽ പിരിഞ്ഞു. ഇരുവരും ബ്രേക്കപ്പായി. കലി കയറിയ ജെയിംസ് ആവട്ടെ തൻ്റെ കൈവശമുള്ള കാമുകിയുടെ ഫോട്ടോകളെല്ലാം എടുത്ത് റൂമിലുള്ള ഒരു വേസ്റ്റ് ബിന്നിലിട്ടു. ഈ കാഴ്ച ചാൾസ് കാണുന്നുണ്ടായിരുന്നു. അവൻ ആ വേസ്റ്റ് ബിന്നിൽ നിന്നും ആ ഫോട്ടോകൾ പുറത്തെടുത്തു. എന്നിട്ടൊരു കത്രിക ഉപയോഗിച്ച് അവളുടെ കണ്ണുകൾ മാത്രം വളരെ കൃത്യമായിട്ടും വെട്ടിയെടുത്തു. പിന്നെ ആ കണ്ണുകൾ ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന ബാത്റൂമിലും അതുപോലെ ഹോസ്റ്റലിലെ ഇടനാഴികളിലും ഒട്ടിച്ചു വെച്ചു. ഈ കാഴ്ച കണ്ട മറ്റുള്ള കുട്ടികൾ വിചാരിച്ചത് ഇങ്ങനെയാണ്, ഇതും ചാൾസിന്റെ പതിവ് പോലെയുള്ള ഒരു തമാശയാണ്. എന്നാൽ ആ സമയത്ത് അവരാരും ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. സ്ത്രീകളുടെ കണ്ണുകളെ മാത്രം പ്രണയിക്കുന്ന ഒരു സീരിയൽ കില്ലർ അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നുവെന്ന്. അതിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത് എന്ന്. ഈ സമയത്താണ് ചാൾസ് ബെറ്റി നെസ്റ്റോറിനെ പരിചയപ്പെടുന്നത്. അവൻ പഠിക്കുന്ന കോളേജിലെ ഏറ്റവും സുന്ദരിയായ യുവതിയായിരുന്നു ബെറ്റി. ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. സൗന്ദര്യം മാത്രമായിരുന്നില്ല ബെറ്റിക്ക് ഉണ്ടായിരുന്നത്. വളരെ സമർത്ഥയായ ഒരു കുട്ടി കൂടിയായിരുന്നു അവൾ. എല്ലാ ആക്ടിവിറ്റികളിലും മുൻപന്തിയിൽ നിൽക്കുന്നയാൾ. അതുകൊണ്ട് തന്നെ കോളേജ് അധികാരികൾ കോളേജിലെ പ്രസിഡൻസ് ഓഫീസിൽ അവൾക്കൊരു ജോലിയും കൊടുത്തു. വലിയൊരു ഉത്തരവാദിത്തമാണ്. സമർത്ഥരായ കുട്ടികൾക്ക് മാത്രമാണ് അത് കൈകാര്യം ചെയ്യുവാനായിട്ട് കഴിയൂ. പ്രസിഡൻസ് ഓഫീസിൽ ജോലി ചെയ്യുന്നത് മൂലം ആ ക്യാമ്പസിലെ പല ഓഫീസ് മുറികളുടെയും കീ ബെറ്റിയുടെ കൈവശമുണ്ടായിരുന്നു. ഇത് തനിക്ക് അനുകൂലമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ചാൾസ് തീരുമാനിച്ചു. ബെറ്റിയെ എങ്ങനെയൊക്കെയോ പറഞ്ഞു വശീകരിച്ച് എക്സാമിന്റെ സമയമാകുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും ചില ഓഫീസുകളുടെ താക്കോലുകൾ അവൻ വാങ്ങും. എന്നിട്ട് ആ താക്കോൽ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മോഷ്ടിക്കും. അത് വെച്ച് പരീക്ഷ എഴുതി വിജയിക്കും. മാത്രവുമല്ല ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മറ്റു കുട്ടികൾക്ക് അവൻ വിൽക്കുകയും ചെയ്തിരുന്നു. അതും കൂടാതെ ഈ താക്കോലുകൾ ഉപയോഗിച്ച് കോളേജിലെ സ്പോർട്സ് റൂമിൽ അവൻ കടന്നു കയറി. അവിടെ ഉണ്ടായിരുന്ന ഫുട്ബോളും വോളിബോളും അങ്ങനെ തുടങ്ങി പലതും അവൻ മോഷ്ടിച്ചു. മാത്രവുമല്ല ക്യാമ്പസ് ലൈബ്രറിയിൽ നിന്നും ചില പുസ്തകങ്ങളും മോഷ്ടിച്ചു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നാണല്ലോ പറയുന്നത്. കോളേജിൽ നിന്നും സാധനങ്ങൾ പതിവായിട്ട് മോഷണം പോകുന്നത് ക്യാമ്പസ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരിക്കൽ കയ്യും കളവുമായിട്ട് ചാൾസിനെ അവർ പിടികൂടി. എന്നാൽ അവനെ അവർ പോലീസിൽ ഏൽപ്പിച്ചില്ല. മറിച്ച് ക്യാമ്പസിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. കോളേജിൽ നിന്നും പുറത്തായ ശേഷവും അവൻ കള്ളത്തരം നിർത്തിയില്ല. ബയോളജിയിൽ താൻ ഡിഗ്രി എടുത്തിട്ടുണ്ടെന്ന് ഒരു കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി. ഈ വിഷയത്തിൽ ഉപരിപഠനം നടത്തുകയാണെന്ന സർട്ടിഫിക്കറ്റും അതിന്റെ കൂടെ ഉണ്ടാക്കി. എന്നിട്ട് അവൻ ഈ കള്ള സർട്ടിഫിക്കറ്റ്സും ഉയർത്തിക്കാട്ടി ജോലി അന്വേഷിക്കുവാനായിട്ട് ആരംഭിച്ചു. വൈകാതെ ഒരു സ്കൂളിൽ ബയോളജി അധ്യാപകനായിട്ട് അവന് ജോലി കിട്ടി. അതിനുശേഷം തന്റെ കാമുകിയായ ബെറ്റിയെ വിവാഹം ചെയ്തു. ഇപ്പോൾ ചാൾസ് കള്ളത്തരത്തിലൂടെ ഒരു ജോലി നേടിയെടുത്തിരിക്കുന്നു. താൻ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹവും ചെയ്തു. അങ്ങനെ സമാധാനപരമായിട്ട് അവന്റെ ജീവിതം മുൻപോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ചാൾസിന് മറ്റുള്ളവരോട് സരസമായിട്ട് സംസാരിക്കുവാനായിട്ട് വലിയ മിടുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ജോലി നോക്കുന്ന സ്കൂളിലെ അധ്യാപകർക്കും പ്രത്യേകിച്ചും കുട്ടികൾക്കും ചാൾസ് പ്രിയങ്കരനായിരുന്നു. അങ്ങനെ ഏതാനും വർഷങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് അവന്റെ കള്ളത്തരം പൊളിയുന്നത്. ചാൾസ് സ്കൂൾ മാനേജ്മെന്റിന് കൈമാറിയ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വ്യാജമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഉടൻ തന്നെ ജോലിയിൽ നിന്നും പുറത്താക്കി. ഇപ്പോൾ നിലവിൽ അയാൾക്ക് ജോലിയില്ല.
ജീവിതം മുൻപോട്ട് നയിക്കുവാനായിട്ട് പല ജോലികളും അയാൾ പരീക്ഷിച്ചു. ക്ലബ്ബുകളിൽ പോയിട്ട് ഗിത്താർ വായിച്ചു. ചിത്രം വരയ്ക്കുവാൻ അസാധാരണമായ കഴിവുള്ളതുകൊണ്ട് ചിത്രം വരച്ച് വിൽക്കുവാൻ തുടങ്ങി. എന്നാൽ ചാൾസ് വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ചില പ്രത്യേകത ഉണ്ടായിരുന്നു. അയാളുടെ മനോവൈകല്യത്തെ, പ്രത്യേകിച്ചും അവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഹീനവികാരത്തെ അത് ഉയർത്തിക്കാട്ടി. അവൻ സ്ത്രീകളുടെ ചിത്രങ്ങൾ മാത്രമേ വരയ്ക്കൂ. ബാക്കിയെല്ലാം വരച്ച് പൂർത്തീകരിച്ചാലും ഒരു ഭാഗം മാത്രം വരയ്ക്കില്ല. കണ്ണുകളുടെ സ്ഥാനത്ത് ശൂന്യത മാത്രം അവശേഷിപ്പിക്കും. കണ്ണുകളില്ലാത്ത സ്ത്രീകളുടെ ചിത്രങ്ങൾ അവന്റെ മുറിക്കുള്ളിൽ ചിതറിക്കിടന്നു. അവനെ ചിത്രം വരയ്ക്കുവാനായിട്ട് ഏൽപ്പിച്ച വ്യക്തി നിർബന്ധം പിടിക്കുമ്പോൾ മാത്രമായിരിക്കും ആ ഭാഗം പൂർത്തീകരിച്ച് അവൻ അത് അവർക്ക് നൽകൂ. സ്ഥിരമായ ഒരു വരുമാനമില്ലാത്തതുകൊണ്ട് ബെറ്റിയും ചാൾസും തമ്മിൽ കലഹമായി. ഒടുവിൽ 1965 ഇരുവരും വേർപിരിഞ്ഞ് ജീവിക്കുവാൻ തുടങ്ങി. പിന്നീട് 74 വിവാഹമോചനവും നേടി. ഇപ്പോൾ ചാൾസിനെ നിയന്ത്രിക്കുവാനായിട്ട് ആരുമില്ല. അയാൾ ഏകനായിട്ടാണ് ജീവിക്കുന്നത്. ഒരു വുമണൈസറും അതുപോലെ ലൈംഗിക വൈകൃതത്തിന് ഉടമയുമായിരുന്നു അയാൾ. ബെറ്റിയുമായിട്ട് വേർപിരിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുവാനായിട്ട് ചാൾസ് തീരുമാനിച്ചു. അവൻ ധാരാളം പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ സമീപിച്ചു. അവരുമായിട്ട് ഇടപഴകി. അപ്പോഴാണ് അവന്റെ മനസ്സിലേക്ക് മറ്റൊരു ആഗ്രഹം കടന്നു കയറിയത്. പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ലൈംഗികമായിട്ട് ഉപയോഗിക്കണം. വൈകാതെ ആ ആഗ്രഹവും അവൻ പൂർത്തിയാക്കുകയാണ്. ജീവിക്കുവാനായിട്ട് ചാൾസ് പല ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിൽപ്പെട്ട ഒരു ജോലിയായിരുന്നു ചർച്ചിലെ കൊയറിന്റെ നേതൃത്വം. ഇവിടെ വെച്ച് സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്ന ഒരു പെൺകുട്ടിയെ ചാൾസ് ശ്രദ്ധിച്ചു. ആ കുട്ടിയുമായിട്ട് അടുത്തിടപഴകുവാനായിട്ട് അവൻ ആരംഭിച്ചു. 14 വയസ്സുള്ള ആ കുട്ടിക്ക് ധാരാളം സമ്മാനങ്ങൾ അവൻ വാങ്ങിക്കൊടുത്തു. ഒടുവിൽ കുട്ടി തന്റെ വരുതിയിലായെന്ന് ഉറപ്പായപ്പോൾ അവൻ തന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു. എന്നാൽ ഈ കാര്യം കുട്ടിയുടെ മാതാപിതാക്കൾ അറിയുകയും അവർ പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. പോലീസ് വേഗം ചാൾസിനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ജഡ്ജി അവനെ വിധിച്ചത് തടവ് ശിക്ഷയായിരുന്നില്ല, മറിച്ച് 10 വർഷം പരോളായിരുന്നു. പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കണം ഇനി വരുന്ന 10 വർഷം അവൻ ജീവിക്കേണ്ടത്. ഇപ്പോൾ ചാൾസ് ആൾബ്രൈറ്റ് അവൻ ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കി. ധാരാളം സ്ത്രീകളുമായിട്ട് ഇടപഴകി. അതുപോലെ ഒരു കുട്ടിയെയും ദുരുപയോഗം ചെയ്തു. ഇനി അവശേഷിക്കുന്നത് ഒന്നേ ഒന്ന് മാത്രമാണ്. ബാല്യത്തിൽ അവന്റെ മനസ്സിൽ കടന്നുകൂടിയ കണ്ണുകളോടുള്ള അഭിനിവേശം. സ്ത്രീകളുടെ കണ്ണുകൾ വളരെ പ്രിസൈസ് ആയിട്ട് ചൂഴ്ന്നെടുക്കണം. പിന്നെ അതൊരു സുവനീർ പോലെ സൂക്ഷിക്കണം. പക്ഷെ അതെങ്ങനെ ചെയ്യുവാനായിട്ട് കഴിയും? നിശ്ചയമായിട്ടും അതിനുവേണ്ടി അവരെ കൊല്ലേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ താൻ പോലീസിന്റെ പിടിയിലുമാവും. പോലീസിന്റെ പിടിയിൽപ്പെടാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ കുറ്റകൃത്യം എങ്ങനെ നടപ്പിലാക്കാം? ചാൾസ് അതിനുവേണ്ട പ്ലാനുകൾ തയ്യാറാക്കി. അതിനായിട്ട് അവൻ തിരഞ്ഞെടുത്തത് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ ആയിരുന്നു. അവരെ തന്നെ തിരഞ്ഞെടുക്കുവാനായിട്ടൊരു കാരണമുണ്ട്. ഒന്നാമതായിട്ട് റിസ്ക് ഇല്ല. രണ്ടാമതായിട്ട് എവിടേക്ക് വിളിച്ചാലും അവർ വരും. മൂന്നാമതായിട്ട് മറ്റുള്ള പെൺകുട്ടികൾ കാണാതാവും പോലെയല്ല ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണാതാവുന്നത്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് കാണാതായാൽ അവരെക്കുറിച്ച് ആരും കാര്യമായിട്ട് അന്വേഷിക്കില്ല. അവരിൽ പലർക്കും സ്വന്തക്കാരോ ബന്ധുക്കാരോ വീടോ ഉണ്ടായിരിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ അവരിൽ നിന്നുമെല്ലാം അകന്നായിരിക്കും ഇവർ കഴിയുന്നത്. എന്നാൽ അതേ സമയത്ത് ഒരു സാധാരണ സ്ത്രീയാണ് കാണാതാവുന്നതെങ്കിൽ അവരെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും. അവളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ പോലീസിൽ പരാതിപ്പെടും. പോലീസിന് സമ്മർദ്ദമുണ്ടാകും. അതോടെ അവർ കാര്യക്ഷമമായിട്ട് കേസ് അന്വേഷിക്കും. എന്നാൽ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചാൾസ് അവരെ തിരഞ്ഞെടുത്തത്. ചാൾസ് ആൾബ്രൈറ്റിന്റെ മോഡസ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. ഇരുട്ട് വീണ് കഴിയുമ്പോഴായിരിക്കും തന്റെ ഇരകളെ അവൻ സമീപിക്കുക. ഡാളസ് നഗരത്തിൽ ധാരാളം പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിലും എല്ലാവരെയും ഒന്നും അവൻ തിരഞ്ഞെടുക്കില്ല. മനോഹരമായ കണ്ണുകൾ ഉള്ളവർ മാത്രമായിരിക്കും അവന്റെ ടാർഗറ്റ്. അങ്ങനെയുള്ളവരെ കാറി കയറ്റി ദൂരെയായിട്ട് വിജനമായിട്ടുള്ള വയൽ പ്രദേശത്തേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് അവരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ഒടുവിൽ തലയിൽ നിറയൊഴിച്ച് അവരെ കൊലപ്പെടുത്തും. അതിനുശേഷം തന്റെ കൈവശമുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് വെച്ച് അവരുടെ കണ്ണുകൾ അവൻ ചൂഴ്ന്നെടുക്കും. എന്നിട്ട് ആ ജഡമെടുത്ത് കാറി കയറ്റും. മടങ്ങി വരുന്ന വഴിക്ക് ഗ്യാങ്സ്റ്റേഴ്സ് ധാരാളമുള്ള സ്ഥലത്ത് ആ ജഡം ഉപേക്ഷിക്കും. കൊല നടന്നത് ഒരു സ്ഥലത്ത്, ജഡം കാണപ്പെട്ടത് മറ്റൊരു സ്ഥലത്ത്, അതും ഗ്യാങ്സ്റ്റേഴ്സ് ധാരാളമുള്ള സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ കുറ്റവാളിയിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തിയില്ല. ആദ്യത്തെ 3 കൊലപാതകവും അവൻ ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തത്. എന്നാൽ 4ാമത്തെ കൊലപാതകത്തിൽ മറ്റൊരാൾ വില്ലനായിട്ട് വന്നു. അത് പ്രകൃതിയായിരുന്നു. 1991 മാർച്ച് 10 തനിക്ക് മനസ്സിനിണങ്ങിയ മനോഹരമായ കണ്ണുകളുള്ള ഒരു ഇരയെ കണ്ടെത്തുവാനായിട്ട് ഡാളസ് നഗരത്തിലൂടെ കാറിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു ചാൾസ്. എന്നാൽ അന്നേ ദിവസം എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവന്റെ സങ്കല്പത്തിന് അനുയോജ്യമായ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ അവന് കിട്ടിയില്ല. അങ്ങനെ സമയം മുൻപോട്ട് പോയി. അർദ്ധരാത്രിയായി. അപ്പോഴാണ് വഴിയരികിൽ ഒരു സ്ത്രീ നിൽക്കുന്നത് അവൻ കണ്ടത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ അവൻ ഇഷ്ടപ്പെട്ടു. അവളുടെ പേരാണ് ഷേർലി വില്യംസ്. ഷേർലിക്ക് എന്ന് 44 വയസ്സാണ് പ്രായം. ആരെയും ആകർഷിക്കുന്ന മനോഹരമായ കണ്ണുകളുടെ ഉടമ. ചാൾസ് ഷേർലിയുമായിട്ട് സംസാരിച്ചു. അവന്റെ കൂടെ പോകുവാനായിട്ട് അവൾ തയ്യാറായി. ഷേർലിയെ തന്റെ കാറിൽ കയറ്റി ദൂരെയുള്ളൊരു വയൽ പ്രദേശത്തേക്ക് അയാൾ കൊണ്ടുപോയി. ഈ പോകുന്ന വഴിക്ക് മറ്റൊരു കാര്യം സംഭവിച്ചു. അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്യുവാൻ തുടങ്ങി. അതും കനത്ത മഴ. ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ചാൾസ് തന്റെ ഇരകളെ കൊലപ്പെടുത്തുന്നത് ഓപ്പൺ സ്പേസിലാണല്ലോ. ഓപ്പൺ സ്പേസ് അവൻ തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരു കാരണമുണ്ട്. ഒരു ഹോട്ടലിൽ റൂം എടുത്ത് അവരെ അവിടേക്ക് കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയാൽ പിടിക്കപ്പെടുവാനായിട്ട് സാധ്യത കൂടുതലാണ്. മാത്രവുമല്ല ധാരാളം സാക്ഷികളും ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഓപ്പൺ സ്പേസ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോഴിതാ മഴ വില്ലനായിട്ട് വന്നിരിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് അമേരിക്കയിലാണ്.
നമ്മൾ ഇവിടങ്ങളിൽ കാണുന്ന മഴയല്ല അവിടെ പെയ്യുന്ന മഴ. അവിടെ അർദ്ധരാത്രിയിൽ മഴ പെയ്താൽ ഐസ് വെള്ളം ദേഹത്ത് വീഴും പോലെ ഇരിക്കും, തണുത്തു വിറയ്ക്കും. അതുകൊണ്ട് തന്നെ ഷേർലി അവൻ്റെ നീക്കത്തെ എതിർത്തു. നമുക്ക് മറ്റൊരിക്കലാവാമെന്ന് പറഞ്ഞു. എന്നാൽ ഷേർലി അങ്ങനെ കൈവിട്ട് കളയുവാനായിട്ട് ചാൾസ് ഒരുക്കമല്ലായിരുന്നു. അവളുടെ കണ്ണുകൾ അവനെ അത്രയേറെ ആകർഷിച്ചു. ചാൾസ് വളരെ നിർബന്ധപൂർവ്വം അവിടെയുള്ള തുറസായ സ്ഥലത്തേക്ക് അവളെ നയിച്ചു. അയാൾ ഒരു റെയിൻകോട്ട് ധരിച്ചിരുന്നു. ഷേർലിയുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ കോരിച്ചൊരിയുന്ന ആ മഴയത്ത് അവളുമായിട്ട് അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം തന്റെ കൈത്തോക്കെടുത്ത് അയാൾ അവളെ വെടിവെച്ചു കൊന്നു. എന്നിട്ട് ഷേർലിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുവാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് ചാൾസ് ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. നേരം പുലരുവാനായിട്ട് ഇനി അധികം സമയമില്ല. സൂര്യൻ അപ്പോഴും ഉദിച്ചിട്ടില്ല. പക്ഷെ ആകാശം ചാരനിറമാകുവാൻ തുടങ്ങിയിരിക്കുന്നു. നേരം പുലർന്നാൽ അതുവഴിക്ക് ജനസഞ്ചാരം ഉണ്ടാവും. ആളുകൾ ഷേർലിയുടെ ജഡം കാണുവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ താൻ പിടിക്കപ്പെടുവാനും സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അയാൾ തിടുക്കപ്പെട്ട് ഷേർലിയുടെ കണ്ണുകൾ നീക്കം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ആ കണ്ണുകൾ വിട്ടുപോകുവാനായിട്ട് അവന് മനസ്സ് വന്നില്ല. കാരണം ചാൾസ് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ഇരയാണ് ഷേർലി. അതിന്റെ പ്രതിഫലം അവന് കിട്ടിയേ തീരൂ. അവന്റെ പ്രതിഫലം എന്താണ്? അവളുടെ മനോഹരമായ കണ്ണുകളാണ്. അയാൾ തിടുക്കപ്പെട്ട് അവളുടെ കണ്ണുകൾ നീക്കം ചെയ്തു. അതുകൊണ്ട് തന്നെ മുൻ ക്രൈമുകളിൽ എന്ന പോലെ അത്ര പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അവളുടെ ജഡം തന്റെ കാറിലിട്ട് വേഗത്തിൽ പുറപ്പെട്ടു. സൂര്യൻ ഉദിക്കുവാനായിട്ട് ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ. കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തീർക്കണം. അങ്ങനെ പോകുന്ന വഴിക്കാണ് ചാൾസ് ഒരു എലിമെന്ററി സ്കൂൾ കണ്ടത്. പരിസരത്തെങ്ങും ആരുമില്ല. ഇതാണ് പറ്റിയ സ്ഥലമെന്ന് അവന് തോന്നി. അവൻ വേഗം അവളുടെ ജഡമെടുത്ത് അവിടെ ചാരി വെച്ചു. സാധാരണയായിട്ട് അവൻ സ്ത്രീകളുടെ ജഡങ്ങൾ ഉപേക്ഷിക്കുന്ന സമയത്ത് അരയ്ക്ക് മുകളിലേക്കുള്ള അവരുടെ ശരീരം അവരുടെ തന്നെ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് മറയ്ക്കാറാണ് പതിവ്. അതാണ് അവന്റെ സിഗ്നേച്ചറും. പക്ഷെ ഇപ്പോൾ അതിനൊന്നും അവന് നേരമില്ല. ഈ കേസ് അന്വേഷിച്ചത് റെജീന സ്മിത്ത് എന്നു പേരുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്നു. കൊല്ലപ്പെട്ടത് ഷേർലി ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത ശേഷം അവരാദ്യം ചെയ്ത കാര്യം ഇതാണ്. ഷേർലിയുടെ കൂട്ടുകാരികളായ മറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ ചുറ്റിപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. ആ അന്വേഷണത്തിൽ റെജീന സ്മിത്തിന് ഒരു ക്ലൂ കിട്ടുകയാണ്. കൊല്ലപ്പെട്ട ഷേർലിയുടെ ഒരു സുഹൃത്താണ് ടീന. ടീനയും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. അവൾക്ക് റെജീനയോട് പറയുവാനായിട്ടൊരു കഥയുണ്ടായിരുന്നു. ആ കഥയാവട്ടെ ഈ കേസിനെ മുൻപോട്ട് നയിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒന്നുമായിരുന്നു. ടീന പറഞ്ഞ കഥ ഇതാണ്. ചാൾസ് ആൽബ്രൈറ്റ് എന്നു പേരുള്ള ഒരു കസ്റ്റമർ അവളെ അടിക്കടിക്ക് വിസിറ്റ് ചെയ്യാറുണ്ട്. അയാൾ ഒരു മാന്യനാണെന്നാണ് ടീന പറഞ്ഞത്. സാധാരണഗതിയിൽ ഈ തൊഴിലിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് അവരുടെ കസ്റ്റമേഴ്സിൽ നിന്നും നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലർ വളരെ കടുപ്പത്തിൽ അവരോട് പെരുമാറും. എന്നാൽ ചാൾസ് ആൽബ്രൈറ്റ് അവരിൽ നിന്നുമെല്ലാം വളരെ വ്യത്യസ്തനായിരുന്നു. അയാൾ വളരെ സോഫ്റ്റ് ആയിട്ടാണ് അവളോട് ഇടപഴകിയിരുന്നത്. ടീനയുടെ അടുത്ത് മാത്രമല്ല, വേറെയും നിരവധി പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ അടുത്ത് ചാൾസ് നിത്യസന്ദർശകനായിരുന്നു. അവരോടും അയാൾ അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ അയാൾക്ക് നല്ലൊരു പേരുണ്ടായിരുന്നു. അയാൾ ഒരു മാന്യനാണെന്നാണ് ടീന വിചാരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അവളുടെ ആ വിചാരങ്ങളെല്ലാം അമ്പേ തകിടം മറിഞ്ഞു. ഷേർലി വില്യംസ് കൊല്ലപ്പെട്ട 2 ദിവസം കഴിഞ്ഞപ്പോൾ ചാൾസ് ആൽബ്രൈറ്റ് ടീനയെ സന്ദർശിച്ചു. ടീനയെ അവൻ കാറിൽ കയറ്റി ഒരു വയൽപ്രദേശത്തേക്ക് കൊണ്ടുപോയി. ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടായിരുന്നു അയാൾ ഇടപഴകിയത്. പോകെ പോകെ അയാളിൽ ഒരു റഫ്നെസ് കാണപ്പെട്ടു. വളരെ അപ്രതീക്ഷിതമായിട്ട് ചാൾസ് ടീനയെ മർദ്ദിക്കുവാൻ തുടങ്ങി. അവളെ മർദ്ദിച്ച് അവശയാക്കിയ ശേഷം അയാൾ തന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് കാറിന്റെ ഉള്ളിൽ എന്തോ പരതുവാൻ തുടങ്ങി. ഇതിനിടയിൽ നിലത്ത് കിടക്കുന്ന ടീന മറ്റൊരു കാര്യം കൂടി കേട്ടു. ചാൾസ് കാറിന്റെ ഉള്ളിൽ തിരയുമ്പോൾ അതിന്റെ ഉള്ളിൽ ലോഹങ്ങൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അയാൾ എന്തോ ആയുധം തിരയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപകടം മണത്ത ടീന ചാടി എഴുന്നേറ്റ് ജീവനും കൊണ്ടുകൂടി. തൊട്ടു പിന്നാലെ അലറിക്കൊണ്ട് അവളെ പിടിക്കുവാനായിട്ട് ചാൾസും. പക്ഷേ ടീനയെ പിടികൂടുവാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. എങ്ങനെയോ രക്ഷപ്പെടുവാൻ അവൾക്കായി. ഇതായിരുന്നു ടീന ഓഫീസർ റെജീന സ്മിത്തിനോട് പറഞ്ഞ കഥ. അവൾ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയുവാനായിട്ട് പോലീസ് ടീം നേരെ ആ വയൽപ്രദേശത്തേക്ക് പോവുകയാണ്. അവിടെ നടത്തിയ അന്വേഷണത്തിൽ അവർക്കൊരു റെയിൻകോട്ട് കിട്ടി. ആ കോട്ട മറ്റാരുടെയും ആയിരുന്നില്ല, ചാൾസ് ആൽബ്രൈറ്റിന്റെ ആയിരുന്നു. പോലീസിനെ ഞെട്ടിച്ച മറ്റൊരു കാര്യം, ആ റെയിൻകോട്ടിൽ രക്തക്കറകൾ ഉണ്ടായിരുന്നു. ലാബിൽ നടത്തിയ പരിശോധനയിൽ ടീനയുടെ രക്തവും അതുപോലെ കൊല്ലപ്പെട്ട ഷെറിൽ വില്യംസിന്റെ രക്തവും ആ കോട്ടിൽ നിന്നും കണ്ടെടുക്കപ്പെട്ടു. വളരെ ശക്തമായിട്ടുള്ളൊരു തെളിവാണിത്. തൊട്ടു പിന്നാലെ പോലീസ് ചാൾസ് ആൽബ്രൈറ്റിനെ അറസ്റ്റ് ചെയ്തു. അങ്ങനെ ഒടുവിൽ കൊലയാളിയെ പിടികൂടിയിരിക്കുന്നു. പക്ഷേ കോടതിയിൽ സമർപ്പിക്കുവാനായിട്ട് ഇനിയും ശക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അവനെതിരായിട്ട് പോലീസ് കണ്ടെത്തേണ്ട ഏറ്റവും ശക്തമായ തെളിവ് എന്താണ്? അത് മറ്റൊന്നുമല്ല, അവന്റെ ഇരകളിൽ നിന്നും അവൻ ചൂഴ്ന്നെടുത്ത അവരുടെ കണ്ണുകൾ. അത് കണ്ടെത്തുവാനായിട്ട് പോലീസ് ടീം ചാൾസ് ആൽബ്രൈറ്റിന്റെ വീടും പരിസരവും മരിച്ചു പെറുക്കി. എന്നാൽ ആ സുവനീറുകൾ കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. മാത്രവുമല്ല, എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും അയാൾ കുറ്റം സമ്മതിച്ചുമില്ല. താൻ നിരപരാധിയാണെന്ന വാദത്തിൽ ചാൾസ് ഉറച്ചു നിന്നു. ചാൾസ് ആൽബ്രൈറ്റ് അറസ്റ്റിലായതിന്റെ തൊട്ടു പിന്നാലെ ഈ വാർത്ത വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളായിരുന്നു അയാളുടെ പരിചയക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് വളരെ സരസമായിട്ട് ഇടപഴകുന്ന വ്യക്തിയായിരുന്നു ചാൾസ്. അങ്ങനെയുള്ള ഒരാൾ ഇത്രയും ക്രൂരനായ ഒരു കൊലയാളിയാണെന്ന് അവർക്ക് ചിന്തിക്കുവാൻ പോലും കഴിഞ്ഞില്ല. ഈ കേസ് കോടതിയിൽ എത്തിയപ്പോൾ അവിടെയും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടായത്. അവന് നേരെ ആരോപിക്കപ്പെട്ട 4 കുറ്റങ്ങളിൽ 3 എണ്ണത്തിന് തെളിവുകൾ കണ്ടെത്തുവാനായിട്ട് പോലീസിന് കഴിഞ്ഞില്ല. ഒടുവിൽ ജൂറി കൂടി ആലോചിച്ച് ഷേർലി വില്യംസിന്റെ മരണത്തിന് കാരണക്കാരൻ ചാൾസ് ആണെന്ന് കണ്ടെത്തി. കോടതി മരണം വരെ അയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചു. ഈ കഴിഞ്ഞ 2020 ഓഗസ്റ്റ് 22-ന് ജയിലിൽ കിടന്ന അയാൾ മരിച്ചു.
മരിക്കുമ്പോൾ ചാൾസിന് 87 വയസ്സായിരുന്നു പ്രായം. ഇരകളുടെ കണ്ണുകൾ നീക്കം ചെയ്യുന്ന സ്വഭാവമുള്ളതുകൊണ്ട് മാധ്യമങ്ങൾ ഇവനെ വിളിച്ചത് ഐബോൾ കില്ലർ എന്നാണ്. ഈ കേസിൽ മറ്റൊരു കോൺസ്പിറസി തിയറി കൂടിയുണ്ട്. പലരും ഇന്നും വിശ്വസിക്കുന്നത് ആ 8 കണ്ണുകൾ, 4 പേരിൽ നിന്നും അവൻ ചൂഴ്ന്നെടുത്ത ആ 8 കണ്ണുകൾ അത് ചാൾസ് നശിപ്പിച്ച് കളഞ്ഞിട്ടില്ല. മറിച്ച് ഇയാൾ അതെല്ലാം കേടുകൂടാതെ എവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ഇതാണ്: വെറും 11 വയസ്സുള്ളപ്പോൾ ടാക്സിഡെർമി അവൻ പഠിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒരു മൃഗത്തിന്റെ അവയവങ്ങൾ കേടുകൂടാതെ ദീർഘകാലം എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാമെന്ന ശാസ്ത്രീയമായ അറിവ് ചാൾസിനുണ്ട്. ആ കണ്ണുകൾ ഇന്നും എവിടെയോ മറഞ്ഞിരിപ്പുണ്ട്. അതൊരു രഹസ്യമാണ്, ചാൾസിന് മാത്രം അറിയാവുന്ന രഹസ്യം. ഇത്രയുമാണ് ഐബോൾ കില്ലർ ചാൾസ് ആൽബ്രൈറ്റിന്റെ കഥ. കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അതുപോലെ കമന്റ് ചെയ്യുവാനും ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.